ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, റണ്ണിങ്ങിൻ്റെ മൂന്നാമത്തെ വേരിയൻ്റ് ആണ് വരുന്നത്. റണ്ണിങ്, ഇവൻ സ്റ്റിച്ച്, അടുത്ത ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് അൺഈവൻ സ്റ്റിച്ച്. അപ്പോൾ ചാനലിലെ വീഡിയോ അവസാനം വരെ കാണുക, എന്നാലാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? അൺഈവൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്, റണ്ണിങ് ഒക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത് പോലെയല്ല രണ്ടാമത് എടുക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വലിയ ത്രെഡിൻ്റെ ലെങ്ത്തിലാണ് എടുത്തതെങ്കിൽ രണ്ടാമത് വരുമ്പോൾ ചെറിയതായിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത് എടുക്കുമ്പോൾ ലെങ്തിൻ്റെ നീളം കൂട്ടിയെടുക്കുക. നാലാമത് വരുമ്പോൾ ലെങ്തിൻ്റെ, അതായത് ത്രെഡിൻ്റെ ലെങ്ത് കുറച്ചെടുക്കുക. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന എംബ്രോയ്ഡറിയാണ്. നമ്മൾ വെറുതെ ലൈൻസായിട്ടൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുവാണെന്നെങ്കിൽ, ചെസ്റ്റ് പോർഷനിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതി നല്ലതാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറിയുടെ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വന്ന് പഠിക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ എന്തായാലും നിങ്ങൾക്കൊരു പഠിക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ സ്വന്തം ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കൊണ്ട് എന്തായാലും ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ഈവൻ സ്റ്റിച്ച് എന്ന് മനസ്സിലായില്ലേ? ഒരു ത്രെഡ് വലുത്, രണ്ടാമത്തെ ത്രെഡ് ചെറുത്, അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നതാണ് അൺഈവൻ സ്റ്റിച്ച്. പിന്നെ ഇടയിൽ വരുന്ന ഗ്യാപ്പൊക്കെ എപ്പോഴും ഈക്വലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അത് മാത്രം അതിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് പഠിച്ചു: റണ്ണിങ്, ഈവൻ സ്റ്റിച്ച്, അൺഈവൻ സ്റ്റിച്ച്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റിച്ചും ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ, റണ്ണിങ് സ്റ്റിച്ച്, ഈവൻ സ്റ്റിച്ച്, അൺഈവൻ സ്റ്റിച്ച്, ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ബൈ.